ഇന്ന് എനിക്ക് പാലപ്പം കേട്ടോ. പാലപ്പം, വെള്ളപ്പം, പാലപ്പം എന്നൊക്കെ പറയും നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ കൊച്ചിയിൽ. ഇത് പാലപ്പമാണേ. അപ്പോൾ ആ ഒരു പാക്കറ്റിൻ്റെ അകത്ത് ഉണ്ടായ കപ്പി എന്ന് പറയുവേ, അത് നമ്മളിങ്ങനെ കുറുക്കിയെടുക്കുന്ന സംഭവം, അത് കപ്പി എന്നാണ് ഇവിടെ പറയണത്. അത് കപ്പി കാച്ചി എടുത്തേക്കണം കേട്ടോ. കണ്ട, ഓക്കെ. ഇതേപോലെ കപ്പി കാച്ചിയെടുക്കും. കപ്പി കാച്ചിയെടുത്തിട്ട് ഇതിനകത്തേക്ക് നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കും. തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ചിട്ടാണ് പൊടി ചേർക്കുന്നത്. പിന്നെ അതിന് മുമ്പ് പെട്ടെന്നൊന്ന് പൊങ്ങി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ വെള്ളം ഉണ്ടാ, തേങ്ങ വെള്ളത്തിനകത്ത് ഈസ്റ്റ്, ഒരു നുള്ളി ഈസ്റ്റ് ഇട്ടിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി, അതായത് നനയാൻ വേണ്ടി വെച്ചതാണ്. അതിന് നമുക്ക് ഈ പാലൊഴിച്ച് പൊടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കതെടുത്ത് ഇതെടുത്ത് ഒഴിക്കണം. ഒരു മുറി തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചേക്കുന്നത്. ഒരു മുറിയുടെ തേങ്ങാപ്പാലാണ്. ഇങ്ങനെയാവും തേങ്ങാപ്പാൽ ഒഴിച്ച് വരുമ്പോഴത്തേനും. കണ്ടോ, ഇതേപോലെ കിട്ടും. അതിന് നമ്മൾ പൊടി ചേർക്കണം. പൊടി ചേർത്ത് തരിയില്ലാതെ കലക്കിയെടുക്കണം. ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ച് വേണം കേട്ടോ കലക്കാൻ. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച് വേണമേ കലക്കാൻ. അത് കൈ കൊണ്ട് തന്നെ ഒന്ന് കലക്കിയില്ലെങ്കിൽ ചിലപ്പോൾ ഇതിങ്ങനെ കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം. മനസ്സിലായോ? ഈ ബാച്ചിലറായിട്ടൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ചെയ്യാവുന്നൊരു ഇതാണ്. പെട്ടെന്ന് ഇപ്പോൾ ഇത്തിരി ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോഴത്തേനും അപ്പം ഉണ്ടാക്കാൻ, വെള്ളയപ്പം ഉണ്ടാക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതൊരു 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ടിട്ട് നല്ലപോലെ ശ്രദ്ധിക്കും. ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഈസ്റ്റ്, ഇതുപോലെ തന്നെ തേങ്ങ പൊട്ടിക്കുമ്പോഴത്തേനും തേങ്ങ വെള്ളത്തിൽ ഈസ്റ്റ് കലക്കി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് ഒരു 1.5 മണിക്കൂർ കൊണ്ടൊക്കെ നല്ല പോലെ പൊന്തി കിട്ടും. ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് ചെയ്യാൻ കാരണമുണ്ട്. ഇതിനകത്ത് ഇങ്ങനത്തെ അരിതരി പോലെ വരും. കണ്ട, അതൊക്കെ നമ്മൾ കൈ കൊണ്ട് വേണം ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അത് ചിലപ്പോൾ അങ്ങനെ തന്നെ കിടന്നിട്ട് നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോഴത്തേനും അതിനകത്ത് ഇതുപോലെ വരും, കട്ട പോലെ വരും. അതിനാണ് കൈ കൊണ്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അത് കണ്ടിട്ട് ആർക്കും ഒന്നും തോന്നരുത്. ഈസ്റ്റ് വെള്ളം ചേർത്ത് കൊടുക്കണേ കേട്ടോ. ഈസ്റ്റ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കട്ടകൾ ഇങ്ങനെ ഇതാക്കി കളയണം. കണ്ടോ, ഇതേപോലെ കളയണം. ഇപ്പം എല്ലാം കറക്റ്റാണ്. ഓക്കെ. ഇന്നത്തെ ഇടക്ക് എന്നാലും നല്ല കട്ട ആ കട്ടകളിങ്ങനെ കളയണം. രാവിലത്തെ കണ്ടത് വെള്ളയപ്പവും ചിക്കൻ കറി, ഇന്നലെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറി വെള്ളയപ്പവും രാവിലെ. കറക്റ്റായി. ഓക്കെ. കണ്ട, ഇങ്ങനെയാണ് ചെയ്യണം. ഓക്കെ അല്ലേ? ഇത്രയുള്ള കാര്യം. നമ്മളൊരു വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടി അധികം നേരമൊന്നും വേണ്ട, പെട്ടെന്ന് കഴിയും.